ദിവസവും ഞാൻ 3 അമ്പലങ്ങളിൽ പോകാറുണ്ട്. വൈകുന്നേരമാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തൊരു അയ്യപ്പൻ കോവിലുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പഴവങ്ങാടി, പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രം. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉള്ളിൽ കയറാൻ പറ്റിയിരുന്നില്ല. എന്താ വെച്ചാൽ അവിടെ ഡ്രസ് കോഡ് ഉണ്ട്, പിന്നെ നല്ല തിരക്കുമായിരിക്കും. അപ്പോൾ ഞാൻ പുറത്തിരിക്കുമ്പോൾ അപ്പം തന്നെ രാത്രി ഭയങ്കര ഭംഗിയാണ്, ലൈറ്റൊക്കെ ഇട്ട് നല്ല രസമാണ് കാണാൻ. ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള അമ്പലം പഴവങ്ങാടിയാണ്. പഴവങ്ങാടി അമ്പലം എന്ന് പറഞ്ഞത് നമ്മളെ റോട്ടിൽ നിന്ന് തന്നെ ഡയറക്റ്റ് നമ്മൾ കേരളത്തിൽ കാണുന്ന മറ്റ് അമ്പലങ്ങളെ പോലെ ഒരുപാട് സ്ഥലവും കാര്യങ്ങളും ഒന്നുമില്ല. റോട്ടിൽ നിന്ന് അങ്ങോട്ട് അമ്പലത്തിലേക്ക് ഡയറക്റ്റ് നമുക്ക് റോട്ടിൽ നിന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും വിഗ്രഹം, ഗണപതി വിഗ്രഹം കാണാൻ പറ്റും. അങ്ങനെ കയറി 3 വിഗ്രഹങ്ങളാണ്, ഗണപതി, അയ്യപ്പൻ, ഭഗവതി, പിന്നെ നാഗങ്ങൾ സൈഡിലുണ്ട്. ഇവർ 3 പേരെയും പ്രദക്ഷിണം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഇറങ്ങുന്നത് റോട്ടിലേക്കാണ്. അത്ര കുറച്ച് സ്പേസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വിശ്വാസം അനുസരിച്ച് എന്ത് കാര്യം പുതുതായി തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ഈ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് തേങ്ങ ഉടച്ചിട്ടുണ്ടെങ്കിൽ ആ വിഘ്നങ്ങളൊക്കെ അകറ്റി നന്നായി വരുന്നതാണ് നമ്മുടെയൊക്കെ ഒരു വിശ്വാസം. അതിൻ്റെ ആ അമ്പലത്തിൽ തന്നെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് അവിടുത്തെ ചരിത്രം. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചരിത്രം കേട്ടോ. നമുക്കങ്ങനെ അറിയില്ലല്ലോ, മലബാർ സൈഡിലുള്ളവർക്കൊന്നും അമ്പലത്തിൻ്റെ കഥകൾ എന്താണെന്നുള്ളത് ഇല്ല. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ ഈ തിരുവിതാംകൂർ സൈന്യമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. തിരുവിതാംകൂർ സൈന്യം രൂപം കൊണ്ടപ്പോൾ അതിൻ്റെ തലസ്ഥാനമായി ഒരു ഇതാക്കിയത് പത്മനാഭപുരമായിരുന്നു. ഈ പത്മനാഭപുരം കോട്ടയുടെ ഒരു വശത്ത് മേലങ്കോട്ട് കൊണ്ടൊരു സ്ഥലം ഉണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഒരു യക്ഷി അമ്പലം. ഈ മേലങ്കോട്ട് കാവൽ അവിടെ നിൽക്കുന്ന എല്ലാ ഭടന്മാരും രാത്രി ഡ്യൂട്ടി ചെയ്യുന്ന ഭടന്മാർ മുഴുവനും രാവിലെ ആകുമ്പോഴേക്കും അബോധാവസ്ഥയിലാണ് കണ്ടുപിട്ടിരുന്നത്. എല്ലാവരും ഈ തലസ്ഥാനം തുടങ്ങി ഈ കോട്ടയ്ക്കടുത്ത് എന്ന് കാവൽ നിൽക്കണോ അവരെല്ലാവരും രാവിലെ ആകുമ്പോഴേക്കും അബോധാവസ്ഥയിലാവും. അതിനെ ആളുകളൊന്നും നടന്നിരുന്നില്ല പേടിച്ചിട്ട്. ഈ യക്ഷിയുടെ ക്ഷേത്രമായിരുന്നല്ലോ അടുത്തുണ്ടായിരുന്നത്. ഈ യക്ഷിയുടെ ഉപദ്രവമാണ് വിചാരിച്ചിട്ട് ആൾക്കാരൊന്നും നടന്നിരുന്നില്ല. ആകെ കരസേനയുടെ ഇതാണ് അവിടെ ഉണ്ടായിരുന്നത്. ഭടന്മാർ മാത്രമാണ് ഡ്യൂട്ടി ചെയ്തിരുന്നത്. അങ്ങനെ നൈറ്റിൽ സ്ഥിരമായിരുന്നു. എന്ന് സേന തുടങ്ങിയോ അന്ന് മുതൽ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ടാണ് പോയിരുന്നത്. അങ്ങനെ ഒരു സാധാരണ ഭടൻ്റെ ആ ഭീതി നിറഞ്ഞിട്ടുള്ള ഊഴെത്തി. അദ്ദേഹം വളരെ വിഷമത്തോടു കൂടിയിട്ട് ഡ്യൂട്ടിക്ക് പോണതിൻ്റെ മുന്നേ കുളിച്ച് അതിൻ്റെ അടുത്തുള്ളതിന് ഒരു പള്ളിയൂർ നദി പേര് ആയിട്ട് ആ പള്ളിയൂർ നദിയിൽ പോയി കുളിച്ച് വരാൻ വിചാരിച്ച് നദിയിലിറങ്ങി കുറച്ച് കഴിഞ്ഞതും ആളുടെ കാലിൽ എന്തോ തടഞ്ഞു. എന്താ വിചാരിച്ച് നോക്കണു, കുഞ്ഞു വിഗ്രഹം, വളരെ കുഞ്ഞാണ് ഗണപതിയുടെ വിഗ്രഹം. അദ്ദേഹത്തിന് അത് എടുത്തു തന്നെ ഭയങ്കര ഒരു തേജസ്സുള്ള പോലെ ഒരു ഇതായിട്ട് തോന്നി. ഇത് കുളിച്ച് വരുമ്പോൾ ഈ വിഗ്രഹത്തിനെയും കൂടെ കൂട്ടി ഡ്യൂട്ടിക്ക് ചെയ്തെടുത്ത് അവിടെ ഇത് കൊണ്ടുവച്ചു. അത്ഭുതം എന്ന് പറയുന്നത് രാവിലെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ വന്ന് നോക്കണു, അദ്ദേഹത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല. ആ ബോധാവസ്ഥയിലൊന്നല്ല, ആൾ നല്ല ഉഷാറിൽ നിൽക്കണു. ഇതിപ്പോൾ എങ്ങനെ സംഭവിച്ചു? ഒരു അത്ഭുതപ്പെട്ടു പോയി. ആളോട് ചോദിച്ചത് ഇതെന്താ പറ്റി, എന്താ ഉണ്ടായി ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു, ഇങ്ങനെ കുളിക്കാൻ പോയപ്പോൾ വിഗ്രഹം കിട്ടി, ഈ വിഗ്രഹം കൂട്ടി ഞാൻ ഇന്നലെ ഡ്യൂട്ടിക്ക് ഈ വിഗ്രഹത്തിൻ്റെ കൂടെയാണ് ഞാൻ ചെയ്തത്, എനിക്ക് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല പറഞ്ഞു. പിന്നെ ഇതങ്ങോട്ട് കണ്ടിന്യൂ ആയി. എല്ലാവരും അവിടെ വെച്ചു ആ വിഗ്രഹം. അവരൊക്കെ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നവർക്കൊന്നും അതിന് ശേഷം ഒരാൾ പോലും അബോധാവസ്ഥയിലായിട്ടില്ല എന്നാണ് പറയുന്നത്. കുറേശ്ശെ ഈ സാഹചര്യം മാറി എന്ന് അറിഞ്ഞപ്പോൾ ജനങ്ങളൊക്കെ അതിനെ വഴി നടക്കാൻ തുടങ്ങി. അങ്ങനെ ആ ഇത് മാറി തുടങ്ങി ആ സമയത്താണ് തിരുവിതാംകൂർ കരസൈന്യത്തിൻ്റെ തലസ്ഥാനം മാറ്റി തിരുവനന്തപുരത്തൊക്കെ ആക്കി. അപ്പോൾ ഈ സൈനികർ അവിടുന്ന് വരുമ്പോൾ അവർക്ക് ഈ വിഗ്രഹം അവർ കൂട്ടത്ത് കൂട്ടി. അത് ഈ സന്ദർഭത്തോട് കൂടിയിട്ട് അവരൊരു കുലദേവം പോലെ ഈ ഗണപതി അവർ എവിടേക്ക് പോകണോ ഈ വിഗ്രഹത്തെ എടുത്തു. അങ്ങനെ തിരുവനന്തപുരത്ത് വന്ന് നോക്കണോ അവർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഒരു അമ്പലം പണിയണമെന്ന് അവർ വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് തിരുവനന്തപുരത്ത് എത്തി പഴവങ്ങാടി എന്ന സ്ഥലത്ത് ഈ വിഗ്രഹം വെച്ച് വളരെ കുഞ്ഞായിരുന്നു ഇത്രയും അമ്പലം. വളരെ ചെറിയ സൈനികർക്ക് മാത്രം പ്രാർത്ഥിക്കേണ്ട ഒരു അമ്പലമായിട്ടാണ് ആദ്യം തുടങ്ങിയത്. പിന്നെ അത് പൊതുജനങ്ങളും ഏറ്റെടുത്തു. ഇന്നും ഈ അമ്പലത്തിൻ്റെ
ചുമതല നമ്മുടെ ഇന്ത്യൻ കരസേനയുടെ മദ്രാസ് റെജിമെൻ്റാണ് ചെയ്യുന്നത്. അവരുടെ കീഴിലാണ് ഈ അമ്പലം ഇപ്പോഴും. ഇവിടെ ഉത്സവങ്ങളും എല്ലാ കാര്യവും സെക്യൂരിറ്റി അതെല്ലാം ഇന്ത്യൻ കരസേനയുടെ മദ്രാസ് റെജിമെൻ്റാണ് ചെയ്യുന്നത്. നമുക്ക് പോകുമ്പോൾ കാണാം, അവിടെ 3 പേരൊക്കെ കാണാറുണ്ട് മിക്കപ്പോഴും. ആർമിക്കാരുണ്ടായിരിക്കും തോക്കൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അതാണ് ചരിത്രം.